അതെ അതെ, അതിനൊന്ന് ഉപദ്രവിക്കരുത് അതിനെ. ഹലോ, ഞാനിത് രണ്ടാമത്തെ തവണയാണ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലുള്ള ഫാൻറ്റസി വേൾഡ് എക്സ്പോ കാണാൻ പോകുന്നത്. ആദ്യത്തെ തവണ പോയപ്പോൾ പാമ്പിനെ കയ്യിലെടുക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സൈക്കോളജിയിൽ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ, ഗ്രാജുവൽ എക്സ്പോഷർ എന്നൊക്കെ പറയും. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ട്ടോ ഞാനതിനെ കയ്യിലെടുത്തത്. ശരിക്കും പാമ്പിനോടുള്ള പേടിയൊന്നും നമ്മൾ ഗ്രാജുവൽ എക്സ്പോഷറിലൂടെ മാറ്റേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ സർവൈവലിന് വേണ്ടതാണല്ലോ. പക്ഷേ ആളുകളൊക്കെ എടുക്കുന്നത് കണ്ടപ്പം കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് ഞാനൊന്ന് പോയിരുന്നുള്ളൂ. പാമ്പിനെയും കിളീനെയും എല്ലാത്തിനെയും എനിക്ക് കയ്യിലെടുക്കാൻ പേടിയാണ്. പക്ഷേ ഇതവർ പെറ്റായിട്ട് വളർത്തുന്നതാണ് എന്നുള്ളതുകൊണ്ടും അവരതിനെ ഡീൽ ചെയ്യുന്ന രീതി കാണുമ്പോഴേക്കും അവർ മോഡൽ ചെയ്ത് കാണിക്കുകയാണല്ലോ. അവർ വളരെ കൂളായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പം നമുക്കും എടുക്കാനുള്ളൊരു ധൈര്യം വരും. പിന്നെ ആളുകൾ വിചാരിക്കുന്നത് പോലെ വഴുവഴുപ്പും കാര്യങ്ങളൊന്നുമില്ല. റബ്ബർ പാമ്പിനെ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ആ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ കേട്ടോ. ഞാൻ കയ്യിലെടുത്തപ്പോഴാണ് അമ്മയ്ക്കും തൊട്ട് നോക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. ഈ രണ്ടാമത്തെ പാമ്പിനെ കയ്യിലെടുക്കാൻ എനിക്ക് കൂടുതൽ പേടിയായിരുന്നത് അതിൻ്റെ ഡിസൈനൊക്കെ കണ്ടിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കൂ, എങ്ങനെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ.